പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ പരിവർത്തനങ്ങളെ കൊണ്ടുവരും. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോട് ചേർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴാണ് ശരിക്കും നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തെ വളരെ അർത്ഥവത്താക്കി തീർക്കും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ 14-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പൊ കർത്താവ് പോകാനായിട്ട് ഒരുങ്ങുക. എങ്ങോട്ടാ പോകുന്നത്? അതിനെക്കുറിച്ച് പറയുന്ന 28-ാം വാക്യം. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ 13-ാം അധ്യായത്തിൽ അതിന്റെ 1-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 13-1. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പൊ അവിടെ പറയുന്നത് പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ട്. അപ്പൊ അവിടെ ഒരു പദപ്രയോഗം പിതാവും യേശുവും സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നത് പോലെ നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് തോന്നിയേക്കാം. അവിടെ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഭൗമികമായവന് പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയമായവന്റെ പ്രതിമ ധരിക്കും. അവിടെ പ്രതിമ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇമേജ്. അവിടെ കർത്താവ് പറയുകയാണ് ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഇതിനെല്ലാം വായിച്ച് ആ അക്ഷരങ്ങൾ എഴുത്ത് അതുപോലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിതാവിന്റെ അടുക്കിലേക്ക് പോകും. അപ്പൊ യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോ പിതാവ് വേറെ എവിടെ ഒരു സ്ഥലത്താണ്, ഞാനിപ്പം വേറെ ഏതൊരു സ്ഥലത്താണ്. അപ്പോ ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. എന്നാല് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് നമുക്ക് അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഫിലിപ്പോസ് ചോദിച്ച ചോദ്യമാ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾക്ക് അത് മാത്രം മതി എന്നാ ഫിലിപ്പോസ് യേശുവിനോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായിട്ട് യേശു പറയുകയാണ്, ഫിലിപ്പോസ്, ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നത് പിതാവിന്റെ അതേ സ്വരൂപമായിട്ട്, പിതാവിന്റെ അതേ നേച്ചറിൽ തന്നെ നിങ്ങളുടെ കൂടെ വസിച്ചത്, നിങ്ങൾ അറിഞ്ഞില്ലേ? അവിടെ അവർ ചോദിക്കുന്ന ഫിലിപ്പോസിന്റെ ചോദ്യവും മറുപടിയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതുവരെയും വേണ്ട പോലെ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ യേശുവിന്റെ മറുപടി ഇതാ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ ഇനി പിതാവിനെ കാണാനായിട്ട് പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു പോകണമെന്നില്ല. പിതാവിനെ മനസ്സിലാക്കാനായിട്ട് എന്നെ കണ്ടാൽ മതി. അതായത് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ നാം ദൈവം എന്ന നിലയിൽ കാണുന്നെങ്കിൽ അവിടെയാണ് തെറ്റിപ്പോകുന്നത്. അതായത് ജഡപ്രകാരമുള്ള ശരീരം, അന്ന് അവിടെ കണ്ടതായ ആ ശരീരം, നടന്ന അവിടെ ആ പടകിൽ കിടന്ന് ഉറങ്ങിയ, ഭക്ഷണം കഴിച്ച, വേർത്ത, അങ്ങനെ ഒരു മനുഷ്യന്റെ, എബ്രായ ലേഖനം 4-ന്റെ
17 പറയുന്ന പോലെ നമുക്ക് തുല്യമായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. ഫിസിക്കലി സകല മേഖലകളിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട, ശാരീരികമായിട്ട് എല്ലാ മേഖലകളിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു ആ കർത്താവ് ആ യേശുവിന്റെ ശരീരമല്ല പ്രാധാന്യം, അവനിൽ വസിച്ച ദൈവശക്തി, യേശുവിൽ വസിച്ച ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ സർവശക്തി, അതിനാണ് പ്രാധാന്യം. ആ മനസ്സിലാക്കലാണ് നമുക്ക് വളരെയേറെ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്. ആ മനസ്സിലാക്കൽ തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 മേഖലകൾ നമ്മൾ കാണാൻ പോകും. അല്ല, പിതാവിൽ വസിച്ച അതേ ആത്മാവ് തന്നെയാണ്, അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിലും വസിച്ചത്. അപ്പോഴവിടെ പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ അല്ല. പിതാവിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിൽ വസിച്ചത്. അപ്പൊ യേശുവിന്റെ ശരീരത്തെ നമ്മൾ ദൈവം എന്ന കാഴ്ചപ്പാടിൽ കാണാതെ അവനിൽ വസിച്ച ദൈവശക്തി, അവിടെയാണ് യഥാർത്ഥ ഫെയ്ത്തിന്റെ റൂട്ട് ഇരിക്കുന്നത്. അത് നമ്മൾ അതുപോലെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു പറയും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. എന്നാൽ യേശു ഇവിടെ പറയുകയാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അവിടെ കർത്താവ് മനസ്സിലാക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു മനുഷ്യരെ കണ്ടപ്പോൾ, യേശുവിന്റെ ശരീരം കൊണ്ട് തൊട്ടപ്പോൾ, യേശു സംസാരിച്ചപ്പോൾ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, എന്റെ ശരീരമാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എന്റെ കണ്ണുകളാണ് നിങ്ങൾ നോക്കുന്നത്, എന്റെ കരമാണ് ചലിക്കുന്നത്, ഇതെല്ലാം എന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഈ സംഭവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്റെ അകത്തുള്ള എന്റെ ചിന്തകളാണ്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ പറയുന്നു. ഞാൻ സംസാരിക്കണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കൈ ചലിപ്പിക്കണമെന്ന് ഞാൻ പോലും അറിയാതെ ഒരു ചിന്ത എന്റെ അകത്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ കൈകളെ ചലിപ്പിക്കും. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു പവറുണ്ട്, എന്റെ ഉള്ളിൽ ഒരു എന്താ പറയുന്നത്, എനിക്ക് നിർദ്ദേശിക്കുവാൻ, എനിക്ക് നിർദ്ദേശം തരാൻ ശക്തമായ ഒന്ന് എന്റെ അകത്തുണ്ട്. ആ ചിന്തകൾ, അതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ശരീരത്തിൽ വസിച്ച പരിശുദ്ധാത്മാവ്, ഇപ്പോ യേശുവിന്റെ കണ്ണുകളാണ്, ആ ജലപ്രകാരമുള്ള കണ്ണുകളാണ് ഉപയോഗിച്ചെങ്കിൽ ദൈവമാണ് കണ്ടത്. യേശുവിന്റെ ശരീരം കൊണ്ടാണ് യേശു തൊട്ടതെങ്കിലും അകത്ത് വസിക്കുന്ന ക്രിസ്തുവാണ് സൗഖ്യമാക്കിയത്. യേശുവിന്റെ ശബ്ദമാണ് പുറപ്പെട്ടതെങ്കിലും ക്രിസ്തുവിന്റെ ശബ്ദമാണ് അവിടെ ആശ്വാസം കൊണ്ടുവന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എപ്പോഴാണോ നമ്മൾ യഥാർത്ഥത്തില് ഹല്ലേലൂയ ദൈവത്തെ യേശുവിൽ കാണാൻ കഴിയുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യപ്പെടുന്നത്. കാരണം യേശു പറയുകയാണ് ഞാനും പിതാവ് ഒന്നാണ്. അതിന്റെ 10ാം വാക്യം പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14:10, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. അങ്ങനെയാണെങ്കിൽ യേശു എങ്ങോട്ടാ പോകുന്നത്? യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പറയുന്നില്ല. യേശു എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ നമുക്ക് കർത്താവിനുള്ള വലിയ സ്വാതന്ത്ര്യം, വലിയ ധൈര്യം, വലിയ ഉറപ്പ്, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു തിരിച്ചറിവില്ല. അതായത് ഹല്ലേലൂയ, യേശുക്രിസ്തു അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകും, പിതാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ പിതാവിൽ വസിക്കുന്നു. അതിനുശേഷം അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വസിക്കുന്നവനാണ് പിതാവ്.
യേശുവിൽ വസിക്കുന്നവനാണ് ദൈവം. ആ ദൈവം, ഹല്ലേലൂയ, ആ ദൈവം പിതാവിന്റെ അടുക്കിലേക്ക് യേശു കയറി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയോ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി യേശു മറഞ്ഞിരിക്കുന്നു. ആ അറിവാണ്, ആ ചിന്താഗതിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുന്നതും, പലരും ജീവിതത്തിനകത്ത് പാപത്തെ ജയിക്കാൻ കഴിയാതവർ തളർന്നു പോകുന്നു ഒക്കെ അതിനെല്ലാം അടിസ്ഥാനമായ ചിന്തയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, പിതാവ് ആമേൻ ഇന്ന് വസിക്കുന്നത് എവിടെയാണ്? പിതാവ് എവിടെയാണ് വസിക്കുന്നത്? പിതാവ് വസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ 1 യോഹന്നാന്റെ ലേഖനത്തില് അതിന്റെ 4-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യവും 15-ാം വാക്യവും വായിക്കും. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്നെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നു. പിതാവ് വസിക്കുന്ന സ്ഥലം നമ്മിലാണ് വസിക്കുന്നത്. 15-ാം വാക്യം 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ 15-ാം വാക്യം. യേശു ദൈവപുത്രനെന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ ദൈവം വസിക്കുന്നത് എവിടെയാണ്? ദൈവം വസിക്കുന്നത് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തെ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുവെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ നിങ്ങൾ കണ്ടുപിടിക്കും. പലപ്പോഴും നമ്മൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം ഇന്ന സ്ഥലത്ത് വസിക്കുന്നു, ഇന്ന വ്യക്തികൾ അവര് ദൈവത്തോട് ഭയങ്കര അടുപ്പമുള്ള ആളുകൾ, അതുകൊണ്ട് ദൈവം അവര് പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുന്നു. പിതാവായ ദൈവം, ഹല്ലേലൂയ, തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ദൂതൻ മുഖാന്തരം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കറിയാം, ദൈവം ആദമിനെ സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. ദൈവം അവരോട് ഒരു കൂട്ടായ്മ നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടായ്മ തന്നെയാണ് യേശുവിലൂടെ വിസിബിൾ ആയത്, ദൃശ്യവൽക്കരിക്കപ്പെട്ടത്. എന്നാൽ പിന്നത്തതിലും പറയുന്നത് ഇങ്ങനെയാണ്, യേശു പുനരുത്ഥാനം ചെയ്ത യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നത്തതിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ആ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ദൈവത്തിന്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ച് മനുഷ്യനെ ഭയപ്പെടുത്താനോ മനുഷ്യനെ നിയന്ത്രിക്കാനോ മനുഷ്യനെ ശിക്ഷിക്കാനോ അല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ വസിക്കുക, വാഴുക എന്നതാണ് കർത്താവിന്റെ ആഗ്രഹം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ പദ്ധതിയും അത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന മേഖല എവിടെ? ദൈവം വസിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലം ദൈവം വസിക്കുന്ന ചില പ്രത്യേക വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ അറിയാത്തതാണ് ഈ രഹസ്യം. നിങ്ങളിൽ ദൈവം വസിക്കുന്നു, ദൈവം നിങ്ങളിൽ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു. അത് നാം തിരിച്ചറിയാതെ പോയ വലിയ സത്യമാണത്. ഗോഡ് ഈസ് ഇൻ യു. ദൈവം നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ വിശ്വസിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ബിൽഡ് ചെയ്യേണ്ട സീക്രട്ടാണിത്. ഗോഡ് ഈസ് ഇൻ യു, ഗോഡ് ഈസ് ഇൻ മീ. ദൈവം എന്നിൽ വസിക്കുക. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം 25-ാം വാക്യം, ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂടെ വസിക്കുമ്പോൾ. ഇതെല്ലാം സംസാരിച്ചത് എപ്പോഴാ? കൂടെ വസിക്കുമ്പോൾ, കൂടെ വസിക്കുകയാണ്. അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ പലരുടെ കൂടെ അല്ല വസിക്കുന്നത്. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കൂടെ നമ്മൾ വസിക്കും. കൂടെ വസിക്കുമ്പോൾ ഇതെല്ലാം പറയും, കൂടെ വസിക്കുമ്പോൾ. എന്നാല് പിന്നത്തതിൽ പറയുന്ന കാര്യം എന്താണെന്നറിയോ?
ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ. ആമേൻ. അത് 17-ാമത്തെ അധ്യായത്തിലും അല്ല, ഇതേ അധ്യായത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇതിന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ അതിന്റെ 21-ാം വാക്യം, 20-21. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എന്നറിയും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തു വന്ന് നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നു എന്ന യഥാർത്ഥ ബോധ്യം നിങ്ങൾക്ക് തരുമ്പോൾ, ഇപ്പോൾ ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. ദൈവം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾക്കത് അറിയുന്നില്ല, നിങ്ങളത് ആ ബോധ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അവൻ അത് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തരുമ്പോൾ അന്ന് നിങ്ങൾ ഒരു കാര്യം അറിയും. നിങ്ങൾ അറിയുന്ന രഹസ്യം എന്താണെന്നറിയാമോ? ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അന്ന് അറിയും എന്നതുകൊണ്ട് ഇന്ന് അങ്ങനെയല്ല എന്നല്ല അർത്ഥം. ഇന്ന് നിങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾ അത് അറിയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഹല്ലേലൂയ, ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് തരും. ഇപ്പൊ യേശു പുനരുത്ഥാനം ചെയ്ത യേശു പറഞ്ഞ വാക്കിതാണ്, ഞാൻ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പിതാവിലും പുത്രനിലും വസിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ലോകം അവനെ അറിയത്തില്ല, അവർക്ക് അതിനെ ലഭിക്കാനും കഴിയത്തില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളോടുകൂടി ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. അപ്പൊ അതിൽ ലഭിക്കാത്തതിന് കാരണം എന്താ? അവനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോ അവനെ ലഭിക്കാതിരിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്, അവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലഭിക്കാൻ എന്തു മതി? അറിഞ്ഞാൽ മതി. എന്തറിഞ്ഞാൽ മതി? അവൻ നിങ്ങളിൽ ഉണ്ടെന്നുള്ള രഹസ്യം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ദൈവം വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളെന്ന് സത്യം തിരിച്ചറിഞ്ഞാൽ മതി. പിതാവ് നിങ്ങളിലാണ് വസിക്കുന്നതെന്ന് തിരിച്ചറിയാൻ മതി. പിതാവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് വളരെ പ്രസക്തമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഹല്ലേലൂയ, അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അവനെ അറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ നിങ്ങളോടുകൂടി ഇരുന്നിട്ട്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇതിനോടെല്ലാം ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ്, അന്ന് നിങ്ങൾ ഒരു കാര്യം അറിയും. എന്താണ് നിങ്ങൾ അറിയുന്നതെന്ന് അറിയാമോ? ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. എന്നറിയും? പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായി അവൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ അന്ന് അറിയും. എന്തറിയും? ഹല്ലേലൂയ. ഞാൻ നിങ്ങളിലും പിതാവ് നിങ്ങളിലുമെന്ന്. ഞാൻ നിങ്ങളിലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ, ആ ബന്ധം പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ആ വണ്ണസിന്റെ അറിവ് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കർത്താവ് പറയുന്ന, ഹല്ലേലൂയ, വാക്യത്തിന്റെ ഇമ്പോർട്ടൻസ്. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവനിൽ പിതാവ് വസിക്കുന്നു. അതാണ് 1 യോഹന്നാന്റെ ലേഖനം 4-15 വാക്യത്തിൽ പറയുന്നത്. ആത്മാവിനെ തന്നതിൽ നാം ഒരു കാര്യം അറിയുന്നു, ഹല്ലേലൂയ, പിതാവ് നമ്മിൽ വസിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ഹല്ലേലൂയ. നാം പിതാവിൽ വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് എന്നിൽ വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രൈസ് ഗോഡ്. ഇത് അറിവാണ്. ഇത് ഹല്ലേലൂയ, ഇത് നമ്മുടെ ജീവിതത്തിനകത്ത്, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ കാരണം ഇത് നമ്മുടെ അറിവ് നിമിത്തമാണ്. ഇത് പരിശുദ്ധാത്മാവാണ്. ഇത് അറിയിച്ചു തരുന്നവൻ പരിശുദ്ധാത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? അവൻ നമ്മളിൽ വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു. ഈ 14-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അത് അവസാനിക്കുന്ന ഇങ്ങനെയാണ്: പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അപ്പൊ നമുക്ക്
നമുക്ക് ചിന്തിച്ചേക്കാം, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം പിതാവ് എന്നേക്കാൾ വലിയവനാണ്, യേശു പിതാവിനേക്കാൾ ചെറിയവനാണ്. അല്ല, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും സെയിം ആണ്. പിതാവിന്റെ അതേ ആത്മാവാണ് പുത്രനിൽ വസിച്ചത്. പിതാവിന്റെ അതേ ശക്തിയാണ് പുത്രനിൽ വെളിപ്പെട്ടത്. പിതാവിന്റെ അതേ മഹത്വമാണ് പുത്രനിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോഴിവിടെ പുത്രൻ ചെറിയവനും പിതാവ് വലിയവനും എന്നുള്ള ധ്വനി ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അങ്ങ് നമ്മൾ ചിന്തിച്ചേക്കാം. അതായത് പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പുറമേ നിൽക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ വസിക്കുക. എന്നാൽ പിതാവ് നിങ്ങളിൽ വസിക്കുകയാണ്. അതായത് നിങ്ങൾക്കിപ്പോ ഹല്ലേലൂയ, നിങ്ങൾ ഈ പുറമേ കാണുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന്റെ രൂപം നിങ്ങൾ കാണുന്നില്ലേ? ഹല്ലേലൂയ. ആ അറിവ് നിങ്ങൾക്ക്, ഞാൻ ദൈവപുത്രനാന്നുള്ള അറിവ് നിങ്ങൾക്ക് തരും. പക്ഷെ എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് യേശുവിൽ വസിക്കുന്ന അതേ ദൈവത്തിന്റെ ആത്മാവ്, യേശുവിൽ വസിക്കുന്ന അതേ ക്രിസ്തു എന്റെ അകത്ത് വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നോ, അപ്പോൾ ഹല്ലേലൂയ നിങ്ങളിലുള്ളവൻ വലിയവനാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോഴിവിടെ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവെന്താ? നിങ്ങളിലുള്ള ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ഹല്ലേലൂയ. അതായത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ എവിടേക്കോ എവിടെ ചില സ്ഥലങ്ങളിലാകട്ടെ, ചില വ്യക്തികളിലാകട്ടെ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തുന്നു. പക്ഷേ ഹല്ലേലൂയ, അത് ആ അറിവല്ല വലിയത്. നിങ്ങളിൽ ദൈവം വസിക്കുന്നു എന്ന് നിങ്ങളുടെ അറിവില്ലേ, അതാണ് വലിയത്. ആ അറിവാണ് വലുത്. ആ അറിവ് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ഒരു കാര്യം നിങ്ങളുടെ ബോധ്യത്തിലെത്തും: ലോകത്തിലുള്ളവനേക്കാൾ എന്റെ അകത്തിരിക്കുന്നവൻ വലിയവൻ. അതെ, ഹല്ലേലൂയ. അവർക്കത് സാധ്യമാണെങ്കിൽ എന്റെ അകത്ത് കർത്താവ് വസിക്കുന്നുണ്ട്, എനിക്കും ഇത് സാധ്യമാണ്. ദൈവം വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, ഹല്ലേലൂയ, അവർക്കിത് സാധ്യമാണെങ്കിൽ, ദൈവം വസിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് സാധ്യമാണെങ്കിൽ, ദൈവം എന്നിലാണ് വസിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വലിപ്പവും ചെറുപ്പവും, നമ്മൾ വിചാരിച്ച ഉടനെ ദൈവം വലുതാകുന്നു, നമ്മൾ ചിന്തിച്ച ഉടനെ ദൈവം ചെറുതാകുന്നു. അല്ലല്ല, ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവിലാണ് പരിമിതികൾ ഇരിക്കുന്നത്. നാം ദൈവത്തെ വലിയവനായി കണ്ട വലിയവനാ, നാം ദൈവത്തെ ചെറിയവനായിട്ട് കണ്ട നമ്മുടെ അറിവിൽ അവൻ ചെറിയവനായിട്ട് ഇരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഹല്ലേലൂയ. അവൻ പിതാവിങ്കൽ വസിക്കുന്നു. അവൻ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയി. യെസ്, പിതാവിന്റെ അടുക്കൽ കയറിപ്പോയി, സ്വർഗത്തിലേക്ക് പോയി. യെസ്, അത് ശരിയാണ്. ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിനപ്പുറമായി എനിക്കൊരു കാര്യം അറിയാം: അവൻ സ്വർഗത്തിൽ വസിക്കുന്നു, അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. യെസ്, ഹല്ലേലൂയ, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അതെല്ലാം എനിക്കറിയാം. പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം: അതിനേക്കാൾ യാഥാർത്ഥ്യമായിട്ട് എന്റെ ദൈവം എന്റെ ഉള്ളിൽ, എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ബോധ്യമാണ്, ഹല്ലേലൂയ, ആമേൻ, ആ ബോധ്യമുള്ളവനിൽ ദൈവം വലിയവനാണ്. അതായത് ദൈവം പുറമെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ദൈവം ചെറിയ ആളാകുന്നു, നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവം വലിയ ആളാകുന്നു. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പം ആ വലിപ്പ ചെറുപ്പവും ദൈവത്തിനല്ല. ദൈവം സെയിം ആണ്. നമ്മുടെ അറിവിലാണ് ഈ പരിമിതി വരുന്നത്, നമ്മുടെ തിരിച്ചറിവിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ തിരിച്ചറിവിന്റെ പരിമിതി കൊണ്ടാണ് പലപ്പോഴും ഹല്ലേലൂയ നമ്മള് ദൈവം ചെറിയവൻ, വലിയവൻ എന്നുള്ള കാഴ്ചപ്പാടിൽ നാം എത്തുന്നത്. യേശു വലിയവൻ, യഹോവയായ ദൈവം വലിയവൻ, പരിശുദ്ധാത്മാവ് വലിയവൻ, ചെറിയവൻ, ഈ നിലയിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് വിഭിന്നമായ ചിന്താഗതികൾ ഉണ്ടാകാനുള്ള കാരണം ഹല്ലേലൂയ നമ്മുടെ അറിവിന്റെ പരിമിതി കൊണ്ടാണ്. പക്ഷേ ഹല്ലേലൂയ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം: അവൻ നിങ്ങളിൽ, അവനെ ഹല്ലേലൂയ, വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. എന്നാൽ ആ വാക്യത്തിന്റെ ആരംഭ വാക്യം നിങ്ങൾ മനസ്സിലാക്കണം: ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ പ്രാപിപ്പാൻ സാധ്യമല്ല. അപ്പൊ അവനെ പ്രാപിക്കാനായിട്ട് എന്താ വേണ്ടത്? അറിയണം. അവനെ കുറിച്ച് അറിയണം. എന്താണ് അറിയേണ്ടത്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നറിവ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ അകത്തുണ്ടാകുമ്പോഴാണ് ഹല്ലേലൂയ അവിടെയാണ് നാം മനസ്സിലാക്കുന്നത് ലോകത്തിലുള്ളവനേക്കാൾ നമ്മിൽ ഇരിക്കുന്നവൻ വലിയവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ലോകത്തിലുള്ളവനേക്കാൾ. ലോകത്ത് നമ്മൾ കാണുന്നത് പല കാര്യങ്ങളെയും മഹത്വകരമായി, പോസിറ്റീവും നെഗറ്റീവും വലുതായിട്ട് നമ്മൾ കാണാറുണ്ട് ലോകത്തിൽ അല്ലേ? പോസിറ്റീവായിട്ടുള്ളതും വലുതായിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള വലുതായിട്ടുണ്ട്. നല്ല മനുഷ്യരെ കുറിച്ച് നമ്മൾ വലിയ കാര്യം പറയാറുണ്ട്, മോശമായ കാര്യത്തെ കുറിച്ച് നമ്മൾ മോശമായ കാര്യവും പറയാറുണ്ട്. എന്നാൽ അതിന്റെ മോശം കാര്യത്തിന്റെ വലിപ്പമോ നല്ല കാര്യത്തിന്റെ വലിപ്പമോ നിങ്ങളുടെ അറിവിനകത്ത്, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെ കുറിച്ച് ഹല്ലേലൂയ യഥാർത്ഥ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്, തളർന്നു പോകുന്നത്, ഭാരപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം ഉണ്ടാകട്ടെ, എന്നിൽ വസിക്കുന്ന ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ ആരെയൊക്കെയോ വലിയവരായിട്ട് കാണുന്നുണ്ട്, പക്ഷെ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ആമേൻ. എന്റെ ദൈവം, എന്നിൽ വസിക്കുന്ന ദൈവം വലിയവനാണ്. എന്നിൽ വസിക്കുന്ന ദൈവം വലിയവനാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. 1 യോഹന്ന ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവൻ. ഇവിടെ യേശു പറഞ്ഞു പിതാവ് വലിയവൻ. എന്താണെന്നറിയാമോ? എന്റെ അകത്തിരിക്കുന്നവൻ. എന്റെ ശരീരത്തിന് പരിമിതികളുണ്ട്, എന്റെ ശരീരത്തിന് ക്ഷീണമുണ്ട്, എന്റെ ശരീരത്തിന് ബലഹീനതകളുണ്ട്. പക്ഷെ എന്റെ അകത്തിരിക്കുന്നവൻ ഈ പരിമിതികളെല്ലാം ജയിച്ചവനാണ്. പരിമിതികളെല്ലാം ജയിച്ചവനാണ്. പരിമിതികളെല്ലാം ജയിച്ചവനാണ്. ഞാനും പിതാവ് ഒന്നാകും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു ബോധ്യത്തോടു കൂടെ നിൽക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പല വിധത്തിലെ പ്രയാസങ്ങൾ നിങ്ങളിൽ ഒരു പക്ഷം ഉണ്ടായേക്കാം. രോഗമോ സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികളോ നിങ്ങൾ പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിക്കാത്തതോ ആയിട്ടുള്ള ചലഞ്ചുകൾ, വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവോടെ നിൽക്കാമോ? ഞാൻ എവിടെയെങ്കിലും പോയാൽ, ആരെങ്കിലും ചെന്നൊന്ന് കണ്ടാൽ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കർത്താവ് പറയാം, അവരെക്കാൾ വലിയവനാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ. അതായത് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഹല്ലേലൂയ, നിങ്ങൾ മറ്റുള്ളവരിൽ ചെല്ലുമ്പോൾ, മറ്റെവിടേക്കോ നിങ്ങൾ ഓടി ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ പോലും അറിയാതെ, ഹല്ലേലൂയ, നിങ്ങളുടെ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായി തീരുക. എപ്പോഴാണോ നിങ്ങൾ ആ ബോധ്യമുള്ളവരായി തീരുന്നത്, അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ജയമിരിക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ഏത് വെല്ലുവിളികളെക്കാളും, എന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നത്തെക്കാളും എന്നിൽ വസിക്കുന്ന ദൈവം വലിയവനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, കർത്താവേ, ഈ വചനം കേൾക്കുന്ന എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്ത് വസിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാടോടുകൂടി കാര്യങ്ങളെ ആമേൻ അഭിമുഖീകരിക്കാൻ, ജയത്തോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അവരുടെ രോഗത്തെയും അവരുടെ സാമ്പത്തികമായ വെല്ലുവിളികളും അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും അവർ വലുതായി കണ്ട് നിരാശയിൽ കഴിയുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ പ്രതികൂലങ്ങളെ മുഴുവൻ തകർത്ത് ജയിച്ചു മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജയം അവരുടെ അകത്ത് പകരണം, ഞങ്ങളുടെ ബലം അവരുടെ ഉള്ളിൽ പകരണം. അവരെ ഒരു അനുഗ്രഹമാക്കി അവരായിരിക്കുന്ന സ്ഥലത്തെല്ലാം, അതെ ഹല്ലേലൂയ, അവര് മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കാൻ ഓടി നടക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി, ദേശങ്ങളെ തൊടുന്നവരായി, ദേശങ്ങളെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് അവർ മാറട്ടെ കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മയാൽ നിറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ എവിടെല്ലാം ദൈവത്തെ കണ്ടുമുട്ടിയാലും, ആമേൻ, അത് നിങ്ങളിൽ ദൈവം വസിക്കുന്നു എന്ന തിരിച്ചറിവിനോളം അതെന്നും ഒന്നും എത്തത്തില്ല, ഒന്നും ആകത്തില്ല. നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ രഹസ്യം ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന അറിവ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് നടന്ന് ദൈവത്തെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അവിടെ എല്ലാം പരിമിതികൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ അകത്തെ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അതെ, ആ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.